കാര്യത്തിൽ സത്യത്തിൽ അങ്ങനെ കോൺഗ്രസിന്റെ ഒരു ആലോചനയുടെ ഘട്ടത്തിൽ അതിലേക്ക് പോയാൽ എനിക്ക് വിഷമമുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോൾ ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അണിനിരക്കും, ആരെല്ലാമാണ് സ്ഥാനാർത്ഥികളെന്ന് പ്രഖ്യാപിക്കുമെന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നത് സംബന്ധിച്ചുള്ള ചർച്ച തുടരുകയാണ്. പക്ഷേ അതങ്ങനെ നിരാശപ്പെടുത്തുന്ന സംഗതിയാണോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് അവരൊന്ന് പരുവപ്പെട്ടു വരിക തെരഞ്ഞെടുപ്പിലേക്ക്. അതുകൊണ്ട് അതങ്ങനെ വലിയ കുഴപ്പമുണ്ടാകാൻ സാധ്യത. പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നെ കാര്യങ്ങൾ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന്റെ അവരുടെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രാധാന്യം അവരെല്ലാവർക്കും അറിയാലോ. അവർക്ക് മാത്രമല്ല സാധാരണ പ്രവർത്തകർക്ക് പോലും അറിയാം. ഇത്തവണ രണ്ടാം തവണയും കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകുന്നില്ല. അതുകൊണ്ട് വരും. പക്ഷേ അതിനകത്ത് ഒരു കാര്യമുള്ളത്, LDF 4 മണിക്ക് വാർത്താ സമ്മേളനം വരുന്നു, അതിൽ 5 മണിയോടെ അവസാനിക്കുകയാണെങ്കിൽ 5 മണിക്ക് അപ്പോൾ തന്നെ പ്രഖ്യാപിക്കും. ഇന്നലെ ഗോവിന്ദ മാഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എപ്പം പ്രഖ്യാപിക്കുന്ന തൊട്ടടുത്ത മണിക്കൂറിൽ BJP വലിയ തെറ്റില്ലാതെ മുന്നോട്ട് വെക്കുമായിരിക്കും. അപ്പോൾ UDF ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവരുടെ ഏതെങ്കിലും വിജയസാധ്യത ബാധിക്കില്ല. നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ട. തീർച്ചയായും നമ്മുടെ ലിജോ തുടരുന്നുണ്ട്. ലിജോ, ഇടയ്ക്ക് കെ മുരളീധരൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പോയതായിരുന്നു. ലിജോ തുടർന്നോളൂ. തീർച്ചയായും ഞാൻ തമിഴ്നാട്ടിൽ ആയിരുന്നു. തമിഴ്നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തവണ DMK-യും കോൺഗ്രസും ഇടതു പാർട്ടികളും ചേർന്ന് ഭരിക്കുന്ന ആ മുന്നണിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഇത്തവണ TVK എന്നൊരു പുതിയ മുന്നണി നടൻ വിജയുടെ നേതൃത്വത്തിലുണ്ട്. അവിടെ BJP ഒരു പ്ലെയറാണ്, ADMK വരുന്നു. അങ്ങനെ മറ്റൊരു തരത്തിലെ സവിശേഷ സാഹചര്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയി തമിഴ്നാട്ടിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മാറുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 2021 മാർച്ച് 13 തെരഞ്ഞെടുപ്പ്. ഈ ദിവസം, അതായത് എന്നാണോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകുന്ന ദിവസം മാർച്ച് 13 ഏപ്രിൽ 6 ഇലക്ഷൻ എന്ന നിലയിലായിരുന്നു കാര്യങ്ങളെ ക്രമീകരിച്ചിരുന്നത്. ഇത്തവണ അത് മാർച്ച് 15 ആവുന്നു. ഏത് ദിവസമായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നുള്ളതായിരിക്കും എല്ലാവരും ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അതിൽ ഇത്തവണ ഏപ്രിൽ 5 ഈസ്റ്ററാണ്. അതോടൊപ്പം തന്നെ ഏപ്രിൽ 14, 15 ഒക്കെ വിഷു എന്ന നിലയിലാണ്. ഒന്നുകിൽ ഇതിനിടയിൽ അല്ലെങ്കിൽ 15-ന് ശേഷമുള്ള 20-ാം തീയതിക്ക് ഇടയിലുള്ള ഒരു ദിവസം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന അതാണ്. ഒറ്റഘട്ടമായി തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കും എന്നത് നമുക്ക് ഉറപ്പിക്കാം. തമിഴ്നാട്ടിലും സമാനമായി തന്നെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് അവിടെയും ഒറ്റത്തവണയായി തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കും. അതിന് നടത്താനുള്ള ശ്രമമാണ് നടക്കുക. പക്ഷേ അത് ഈ ദിവസം, അതായത് കേരളത്തിൽ നിന്ന് മാറി മറ്റൊരു ദിവസമായിരിക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. ഏറ്റവും പ്രധാനമായി പ്രശ്നങ്ങളുള്ള 2 പ്രദേശങ്ങൾ, അതൊന്ന് അസമും മറ്റൊന്ന് പശ്ചിമ ബംഗാളുമാണ്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തൃണമൂൽ കോൺഗ്രസിനെ ഇത്തവണ അധികാരത്തിൽ നിറക്കുക എന്നുള്ളത് BJP-യെ സംബന്ധിച്ച് ഏറ്റവും വാശിയേറിയ നിലയിൽ തന്നെ കാര്യങ്ങളെ കാണുകയും പ്രധാനമന്ത്രി അടക്കമുള്ളവർ നിരന്തരം പ്രചാരണ പ്രവർത്തനം നടക്കുകയും ചെയ്തതാണ്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ട് മുൻപ് അവിടെ BJP പ്രവർത്തകരും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് കത്തിക്കുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന നേരത്തിലേക്ക് അവിടെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കഴിഞ്ഞ തവണത്തെ പോലെ 7 ഘട്ടം എന്നത് മാറ്റി കുറെ കൂടി ആളുകൾക്ക് വളരെ വേഗത്തിൽ തെരഞ്ഞെടുപ്പ് തീർക്കുന്ന തരത്തിൽ, വോട്ടെടുപ്പ് തീർക്കുന്ന തരത്തിൽ 4 അല്ലെങ്കിൽ 5 ഘട്ടങ്ങളായി അവിടെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കമുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അടക്കമുള്ള ആളുകൾ കേരളത്തിലേതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും സന്ദർശിച്ച് അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പക്ഷേ 4 അല്ലെങ്കിൽ 5 ഘട്ടങ്ങളിലായി ഇത്തവണ തെരഞ്ഞെടുപ്പ് നടത്താനാണ് അവിടെ തീരുമാനം എടുത്തിരിക്കുന്നത്. അസമിനെ സംബന്ധിച്ചിടത്തോളം ഹിമന്ത ബിശ്വ ശർമ്മ എന്ന BJP മുഖ്യമന്ത്രി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അറിയാവുന്നതാണ്. അവിടെ ഹിമന്ത ബിശ്വ ശർമ്മയും അതോടൊപ്പം തന്നെ BJP-യും താഴെ ഇറക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായൊരു പോരാട്ടം ഇത്തവണ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ പോലും കോൺഗ്രസിന്റെ മുൻ PCC അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ രാജിവെച്ച് BJP ചേരുന്ന സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കും എന്നതും വളരെ ശ്രദ്ധേയമാണ്. അവിടുത്തെ ഭൂമിശാസ്ത്രപരമായി തന്നെ അവിടെ 2 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്താനായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുക. പ്രത്യേകിച്ച് മലയോര ഹിൽ ഏരിയകളിലേക്കൊക്കെ മറ്റും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെ 2 ഘട്ടങ്ങളായി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. പുതുച്ചേരിയിൽ വളരെ കുറച്ച് സീറ്റുകൾ, 33 സീറ്റുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയും ഒറ്റഘട്ടമായി തന്നെ ഒരുപക്ഷെ തമിഴ്നാടിനൊപ്പം തന്നെ ആ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നീക്കം ആ തരത്തിലായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 5 സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ രാഷ്ട്രീയ ചർച്ചകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായി കാലാവസ്ഥ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരമെങ്കിൽ അത് പറയുന്ന പോലെ തന്നെ 5 രാഷ്ട്രീയ കാലാവസ്ഥയും 5 എല്ലാവർക്കും നിർണായകവുമാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് മെഗാ ഇലക്ഷനുകളാണ് എല്ലാവരും. നേരത്തെ ശരത്ലാൽ തന്നെ പറഞ്ഞ വാക്ക് കേട്ടത് ഒരു പാൻ ഇന്ത്യൻ ഇലക്ഷൻ. അതെ.